അള്ളാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടും. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയുന്നവർ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാന്റെ മലക്കുകൾക്ക് അവരോട് വല്ലാത്ത സ്നേഹമാ. അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയാത്ത ഒരു ദിവസം പോലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പടച്ചവനെ പ്രതിഫലം അറിയുമോ? സ്വലാത്ത് പറയുന്നവര് അള്ളാഹുവിന്റെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അവരോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവനോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. അള്ളാന്റെ റസൂലിനോട് പറയുകയാണ്, ഞാൻ അവന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന മനുഷ്യനെ കുറിച്ച് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, ഞാൻ അവന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അന അഖ്ബിലു റൂഹഹു കമാ അഖ്ബിലുൽ അർവാഹുൽ അംബിയാ. അള്ളാഹുവിന്റെ പ്രവാചകനോട് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, ഞാൻ വേദനിപ്പിക്കില്ല നബിയേ, മരണവേദന കുറച്ചു കൊടുക്കും നബിയേ. എങ്ങനെയാ റൂഹ് പിടിക്കുന്നതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ മുടങ്ങാതെ എല്ലാ ദിവസവും നിന്നെ കൊണ്ട് കഴിയുന്ന സ്വലാത്ത് പറഞ്ഞാ മതി. 10 എണ്ണമെങ്കിൽ 10 എണ്ണം പറഞ്ഞാ മതി. പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? ലോകത്ത് കടന്നു വന്ന ആദം നബി അലൈഹിസ്സലാം മുതൽ 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നല്ലോ. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, ആദം നബിയുടെ റൂഹ് പിടിച്ചതുപോലെ, ഇബ്രാഹിം നബിയുടെ റൂഹ് പിടിച്ചതുപോലെ, മൂസാ നബിയുടെ റൂഹ് പിടിച്ചതുപോലെ, ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും യഹ്യാ നബിയും യാക്കൂബ് നബിയും അയ്യൂബ് നബിയും സുലൈമാൻ നബിയും ദാവൂദ് നബിയും ഈസാ നബി വരെയുള്ള ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ വേദനിപ്പിക്കാതെ പിടിക്കും നബിയേ, വേദന കുറയ്ക്കും നബിയേ. കാരണം അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരാ, അള്ളാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവനാ, അവന്റെ മരണവേദന കുറച്ചു കൊടുക്കുകയാ. ആരാ പറയുന്നത്? അസ്റായീലാ. മീകായിൽ എന്ന് പറയുന്ന മലക്കിനെ കുറിച്ച് അറിയുന്നവരാണല്ലോ. ഈ മീകായിലാണ് പറയുന്നത്, നബിയേ, എനിക്കിഷ്ടമാ നബിയേ, എനിക്ക് സ്നേഹമാ നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ ആ മീകായിൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, അല്ലാഹുവേ, ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. ആ ദിവസത്തെ കുറിച്ച് ഓർക്കാത്തതെന്താ? അല്ലാഹുവേ, ഒരു ചാണ് മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന റബ്ബിന്റെ കോടതി ഉണ്ടല്ലോ. ഒരു ചാണ് മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുകയാണ്. ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത്. എന്തൊരു ദാഹമാ! ആ ഭയാനകമായ പരലോകമുണ്ടല്ലോ. എടാ ചെറുപ്പക്കാരാ, അതിന്റെ ശരീരം വിയർക്കുകയാണ്. ഉച്ച സമയത്തടിച്ച ചൂടിന്റെ കാഠിന്യത്താൽ ഈ സമയത്ത് ഞാനും നിങ്ങളും ഇരുന്ന് വിയർക്കുകയാ. എങ്കിലും നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഒരു ചാട് മുകളിൽ ഇങ്ങനെ സൂര്യൻ നിൽക്കുമ്പോ ചൂടുള്ള നാളുണ്ടേ, കിയാമന്നാളാ.
ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള വൻദോഷ വണ്ടിയോ മായി വരും കാള ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ല ദങ്ങു ചെന്നാൽ കോള അല്ലാഹുവേ തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസമുണ്ടല്ലോ, ആ കഠിനമായ പീഡനങ്ങളുടെ ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിൽ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന ദിവസമുണ്ടല്ലോ. മീകായിൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അന അസ്ഖീഹി മിൻ ഹൗദിക യാ റസൂലല്ലാഹ്, അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവൻ അവനെ ഞാൻ കൊണ്ടുവരും നബിയേ. ഹൗദുൽ കൗസറിന്റെ ചാരത്ത് കൊണ്ടുവരും നബിയേ. ഹൗദുൽ കൗസറിന്റെ ചാരത്ത് കൊണ്ടുപോവുകയാണ്. ഇന്നാ അഅതൈനാകൽ കൗസർ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കുന്ന കാലം വരെ ദാഹമുണ്ടാവുകയില്ല. പിന്നെ ഒരിക്കലും ദാഹമുണ്ടാകാത്ത ഹൗദുൽ കൗസറിലെ വെള്ളം നിനക്ക് വേണോ? മീകായിലാണ് പറയുന്നത്, ഞാൻ കൊണ്ടുവരും നബിയേ. അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവന് അന അസ്ഖീഹി മിൻ ഹൗദിക യാ റസൂലല്ലാഹ്, ഹൗദുൽ കൗസർ കുടിപ്പിക്കാൻ കൊണ്ടുവരികയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പറയാൻ പറ്റുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയാൻ പറ്റുമോ? അല്ലാഹ് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കിനെ അറിയാമല്ലോ. സൂറെന്ന് പറയുന്ന കാഹളത്തിലൂതുന്ന മലക്കാണല്ലോ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് നിന്നെ മറക്കൂല. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, എനിക്ക് അവരെ വല്ലാത്ത ഇഷ്ടമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമതൂതുമ്പോ ഖബറിനകത്ത് നിന്ന് പട്ടിയുടെയും പന്തിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, പടച്ചവനെ പിന്താരങ്ങളിൽ കൊടികുത്തി കൊച്ചു വരുന്നവർ, പേപ്പട്ടിയെ പോലെ വരുന്നവർ, പട്ടിയുടെയും പന്നിയുടെയും രൂപത്തിൽ കടന്നു വരുന്നവർ, ഇതുപോലെ ജനങ്ങൾ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് യാ വൈലത്താ യാ ഹസ്റത്താ, എന്റെ നാശമേ എന്റെ നാശമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു കൊണ്ടുവരുന്ന പരലോകമുണ്ടല്ലോ. സ്വന്തം മക്കള് പടച്ചവനോട് പറയുന്നു, നാഥാ, എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ വാപ്പയുടെ തലയിലേക്ക് എന്റെ പാപങ്ങൾ മുഴുവനും കെട്ടിവെച്ചിട്ട് ആ മനുഷ്യനെ നീ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ, എനിക്ക് സ്വർഗം തരണേ എന്ന മക്കള് പറയുന്ന പരലോകമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുമ്പോ അല്ലാഹുവോട് പറയുന്നു, അല്ലാ, എന്റെ ഉമ്മാനവൊന്നും മലത്തി കടത്തി താ അല്ലാ, നെഞ്ചത്ത് കയറി നിൽക്കട്ടെ അല്ലാ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി. ഒരാളും തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ പരലോകത്ത് നീ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ, നീ അല്ലാഹുവിന്റെ മുന്നിൽ കടന്നു വരുമ്പോ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുകയാ. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുകയാ. നബിയേ, അന അസ്ജുദു ലില്ലാഹി തആല മാ അർഫ റസീ ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. അല്ലാഹുവിന്റെ റസൂലിനോട് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്,
നിനക്ക് വേണ്ടി കിടക്കുമടാ ചെറുപ്പക്കാരാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ നിനക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ ഒരു മലക്ക് കിടക്കുകയാണ്, സത്യാഗ്രഹത്തിൽ കിടക്കുകയാണ്, റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുകയാണ്. എഴുന്നേക്ക് ഇസ്രാഫീൽ, എഴുന്നേക്ക് ഇസ്രാഫീൽ. ഇല്ല പടച്ചവര്, ഇല്ല പടച്ചവര്, ഈ സുജൂദിൽ നിന്ന് ഞാൻ എന്റെ തല ഉയർത്തില്ല പടച്ചവര്. ഇവന് പുറത്തു കൊടുക്കണമല്ലോ, ഇവനോട് കരുണ കാണിക്കണമല്ലോ. ഇവൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരാണ്. ഇവന് സ്വർഗം കൊടുക്കാതെ, ഇവനോട് കരുണ കാണിക്കാതെ ഞാൻ എന്റെ തല ഉയർത്തില്ല അല്ലാ. മലക്ക് നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുന്നിൽ കിടന്ന് കരയുകയാ, അല്ലാഹുവിന്റെ മുന്നിൽ കിടന്ന് സുജൂദിൽ കിടന്ന് കരയുകയാ. നിനക്ക് പുറത്തു തരുന്നത് വരെ അവിടെ കിടക്കും. അനാസ്തുലില്ലാഹി തആല മാ അർഫ റസീ ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. നിനക്ക് സ്വർഗ്ഗം കിട്ടുന്നത് വരെ ദുആ ചെയ്യുകയാ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആരാ നിന്നെ സ്നേഹിക്കുന്ന നാലാമത്തെ മലക്കാരാ? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാമാണ് കടന്നു വരുന്നത്. നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, അസ്സിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി സൈഫി. വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ മൂർച്ചയുള്ള വല്ലാത്ത വഴുവഴുപ്പുള്ള ആ ഭയാനകമായ നരകത്തിന്റെ മുകളിൽ കെട്ടിയിരിക്കുന്ന പാലമുണ്ടല്ലോ, ആ പാലത്തിലൂടെ അല്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ വഴിയില്ലല്ലോ. എല്ലാരും കേറണമല്ലോ, എല്ലാരും കേറണമല്ലോ. നരകത്തിന്റെ തീ വിഴുങ്ങുമല്ലോ, നരകത്തിന്റെ കൊളുത്ത് കൊണ്ടുപോകുമല്ലോ. ആ ഭയാനകമായ നരകത്തിന്റെ മുകളിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന പാലത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ഭയന്ന് നിൽക്കുമ്പോ, പേടിച്ച് നിൽക്കുമ്പോ, അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. നിന്നെ മറക്കില്ല പെങ്ങളെ, നിന്നെ മറക്കില്ല ഉപ്പാ. അന ആഖിദം ബിയദിഹി വയമുറു അലാ സിറാത്ത്. നിന്റെ കയ്യിൽ പിടിക്കുകയാ, നിന്റെ കയ്യിൽ പിടിക്കുകയാ. നാളെ സിറാത്ത് പാലത്തിന്റെ മുകളിൽ വെച്ച് നിന്റെ കയ്യിൽ പിടിക്കുകയാണ്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കൊണ്ടുപോകുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സ്വലാത്ത് മറക്കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ ആ മനസ്സിന് കിട്ടുന്ന പ്രതിഫലമാണ് പറയുന്നത്. അല്ലാഹുവേ, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത ഒരു നിമിഷം പോലും ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കുവാനോ ഉറക്ക പിടിക്കുവാനോ ചെലവഴിക്കാത്ത അള്ളാന്റെ മലക്കുകളുണ്ടല്ലോ. ദുആ ചെയ്യുന്ന മലക്കുകളുടെ ദുആ കിട്ടുന്ന അഞ്ചാമത്തെ ഭാഗ്യവാനാരാ? അള്ളാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരാ. സ്വലാത്ത് പറയുന്നവർക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10 എണ്ണമുണ്ട്. 1, തൗബ ചെയ്യുന്നവർക്ക് വേണ്ടി. ജീവിതത്തിൽ എന്ത് തെറ്റുവന്നാലും അള്ളാഹിനോട് പറ, നീ രക്ഷപ്പെടും. 2, ഇമാമിൻ്റെ ആമീൻ, ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ആമീൻ പറയുന്നവർ. 3, നിസ്കാരപ്പായിരിക്കുന്നവർ. 4, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4ാമത്തെ വിഭാഗം, എൻ്റെ പ്രിയപ്പെട്ടവരെ, 3ാമത്തെ വിഭാഗം നിസ്കാരപ്പായിരിക്കുക. 4ാമത്തെ വിഭാഗം ആരാ? വെടികൊണ്ടതുപോലെ ഇരിക്കണം. 4ാമത്തെ വിഭാഗം ആരായിരുന്നു? ഒളുവോടുകൂടി കിടന്നുറങ്ങുന്നവർ. 5ാമത്തെ വിഭാഗം സ്വലാത്ത് പറയുന്നവർ. 5 എണ്ണം പഠിച്ചു. ഇനി 5 എണ്ണം കടം കിടക്കട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 6ാമത്തെ വിഭാഗമാരാ? ഒന്നുകൂടെ പറഞ്ഞ് ദുആ ചെയ്യാം.
ഒന്നുകൂടെ പറഞ്ഞു ദുആ ചെയ്യാം. ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന ചില ആൾക്കാരുടെ വീട്ടിൽ മലക്കുകൾ വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളിൽ ചില ആൾക്കാരുടെ വീട് കാണാൻ ആര് വരും? ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുവോ? വരൂല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരുവോ? വരൂല്ല. പിന്നെ ആര് വരും? അള്ളാഹുവിൻ്റെ മലക്കുകൾ നിൻ്റെ വീട്ടിൽ ഇറങ്ങി വരും. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ. ഏത് വീട്ടിലാ മലക്കുകൾ വരിക? ഏത് വീട്ടിലാ മലക്കുകൾ വരിക? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു വീടിനെ കുറിച്ച് പറയാം. നിങ്ങൾ അള്ളാഹിൻ്റെ ഖുർആൻ എടുത്ത് നോക്ക്. ഒരു വീടിനെ കുറിച്ച് ഖുർആൻ പറയുന്നു. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. ഒരു വീടിൻ്റെ ചരിത്രം അള്ളാഹ് പറയുന്നുണ്ട്. ഏത് വീടെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ. ഉമ്മു സുലൈം എന്ന് പറയുന്ന ഭാര്യ വീടിൻ്റെ വാതിലിൽ തൻ്റെ ഭർത്താവിനെയും തൻ്റെ മകനെയും കാണാഞ്ഞിട്ടിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അതാ കണ്ട പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് നിസ്കരിക്കാൻ പോയ മകനെയും ഭർത്താവിനെയും കാത്ത് വീടിൻ്റെ വാതിൽ നിൽക്കുകയാണ്. ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, അപ്പോൾ പൂമുഖവാതുക്കൽ പൂമുഖവാതുക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണ് എൻ്റെ ഭാര്യ, അല്ലേ? ഏത് ഭാര്യ അപ്പാ പൂന്തിങ്കളും പിടിച്ചോണ്ട് വീടിൻ്റെ മുമ്പിൽ നിൽക്കണേ? ഏത് ഭർത്താവിനെ കാത്ത് ഏത് ഭാര്യ നിൽക്കണങ്ങളെന്ന് പഠിച്ചു വയ്ക്കേ. ഒന്നും പറയാൻ പറ്റൂല, കാരണം കേസെടുത്ത് കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ, അല്ലേ? സ്വന്തം ഇഷ്ടത്തോടു കൂടി ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കേസില്ല. എന്ത് നല്ല നാടില്ലേ? ഇവിടെ പെൺമക്കൾ ആലിച്ചു നോക്കറപ്പേ. ഇപ്പം 21 വയസ്സായി, അതാ അടുത്ത പടക്കം. 18 വയസ്സാകുമ്പോൾ ചാടാൻ വേണ്ടി ക്ലാസ്സൊക്കെ നിർത്തിയിരുന്ന കാമുകൻ, പാവപ്പെട്ടവൻ. 18 വയസ്സാകുമ്പോഴത്തേക്ക് എന്നാ മോളെ നിനക്ക് 18 തികയുന്നത്? അന്ന് ഞാൻ വരും, നീ ചാടണം. കാമുകൻ പറഞ്ഞു കൊടുത്തു. കോടതി കൊണ്ടുപോകുമ്പോൾ ജഡ്ജി സാറ് ചോദിക്കും, നിനക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ പ്രായപൂർത്തിയായിട്ടുണ്ട്, വാപ്പാനെ ഉമ്മാനെയും വേണോ കാമുകനെ വേണോ? കാമുകനെ വേണമെന്ന് പറഞ്ഞാൽ കൂടെ വിടുമെന്ന് പറഞ്ഞ് ക്ലാസ്സൊക്കെ കൊടുത്ത് നിർത്തിയിരുന്ന ഇപ്പം ആകാശത്ത് നോക്കിയിട്ട് നക്ഷത്രം എണ്ണുന്നുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്ക്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയോ? 3 പെൺമക്കളുള്ള വാപ്പമാരെന്ന് കൈപൊക്കിക്കേ ആരെങ്കിലും ഉണ്ടെങ്കിൽ. 2 ഉള്ളത്, 2 പെൺമക്കളുള്ളവർ, 1 ഉള്ളത്, രക്ഷപ്പെട്ട്. പൊതുവിൽ എന്തെന്നറിയോ? ഇല്ലാത്തൊരു പൊട്ട വാപ്പ. നമ്മളെന്ത് ചെയ്യാനാ? അള്ളാഹ് തരണ്ടേ? അള്ളാഹു എന്താ പറയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യന് 3 പെൺകുട്ടികളുണ്ട്. അള്ളാഹു 3 പെൺമക്കളെ കൊടുത്തു. ആ 3 പെൺമക്കളെ നല്ല രീതിയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുത്താൽ ആ വാപ്പയും ഉമ്മയും സ്വർഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞേ. അപ്പൊ സഹാബി ചോദിച്ച് 2 1 ഇങ്ങനെ പറഞ്ഞ്, നിസ്കരിച്ചവൻ സ്വർഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് പറഞ്ഞില്ല, പള്ളി കെട്ടിക്കൊടുത്തവൻ എൻ്റെ കൂടെയാണെന്ന് പറഞ്ഞില്ല, ഖുർആൻ പഠിച്ചവൻ നാളെ എൻ്റെ കൂടെയാണെന്നല്ല പറഞ്ഞത്. ആർക്കെങ്കിലും അള്ളാഹു പെൺമക്കളെ കൊടുത്തിട്ട് ആ പെൺമക്കളെ നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുത്താൽ ആ വാപ്പയും ഉമ്മയും സ്വർഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഇത്രയും വലിയ ഒരു പ്രതിഫലം അള്ളാഹുവെ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കേണ്ടത് എന്താ? ഇതിനെ വളർത്തൽ അത്രയും വലിയ പ്രയാസമാണ്. ഒരു പെൺകുട്ടിയെ 18 വയസ്സ് വരെ കൊണ്ടെത്തിക്കുന്നെങ്കിൽ അതാ ഏറ്റവും വലിയ ജിഹാദ്. അല്ലാതെ വേറെ ജിഹാദൊന്നുമില്ല, ഹലാൽ ജിഹാദൊന്നുമല്ല, തുപ്പൽ ജിഹാദൊന്നുമല്ല. ഒരു പെൺകുട്ടിയെ 18 വയസ്സ് വരെ, ഇനി 21 വയസ്സ് വരെ കൊണ്ടെത്തിക്കണമെങ്കിൽ ഒരു വാപ്പ സക്കറാത്തിൻ്റെ വലിക്കണം.